ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആസ് എ വ്യൂവർ അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ വീഡിയോസ് കാണുന്ന ഒരാൾ എന്ന ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. അല്ലാതെ ഞാനൊരു റിയാക്ഷൻ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എനിക്കിന്ന് തോന്നി പറയണമെന്ന്, അതുകൊണ്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞാൻ ഇന്നലെയും എന്തോ കണ്ട വീഡിയോ ആണ്. അപ്പോൾ അതിങ്ങനെ ഒരു യൂട്യൂബറിനെ ഫോക്കസ് ചെയ്ത് ഒരു യൂട്യൂബറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കമ്പനിയിലൊക്കെ വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. വേറെ ആരെയും പറ്റിയിട്ടല്ല, നമ്മൾ കല്യാണി എന്ന് പറയുന്ന യൂട്യൂബറിനെ പറ്റിയിട്ട്, മൈ വേ ബൈ കല്യാണി. അപ്പം ആ ഒരു ചേച്ചിയുടെ യൂട്യൂബിൽ പ്രൊമോഷൻസിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം, ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഇപ്പോൾ 2 വീഡിയോ ടോട്ടലി ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ കണ്ണിൽപ്പെട്ട 2 വീഡിയോസാണ്. കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ 2 വീഡിയോയിലും തമ്പനയിൽ വെച്ചേക്കുന്നത് ഈ കല്യാണി ചേച്ചിയുടെ ഫോട്ടോയും അതുപോലെ അവർ ചെയ്ത പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് തമ്പനയിൽ വെച്ചിട്ടുള്ളത്. ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ പ്രൊമോഷൻസിനെ പറ്റിയിട്ടുമാണ്. ഫോക്കസ് ചെയ്തേക്കുന്നത് പുറത്ത് വെച്ചേക്കുന്നത് വേറൊരാളുടെ കാര്യം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം പ്രൊമോഷൻസ് എന്ന് പറയുന്നത് യൂട്യൂബേഴ്സിനെല്ലാം കിട്ടുന്ന കാര്യമല്ല. കുറച്ച് വ്യൂസും അതുപോലെ സബ്സ്ക്രൈബേഴ്സും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ പ്രൊമോഷൻസ് കിട്ടത്തുള്ളൂ. അപ്പം അവർ കിട്ടുന്ന പ്രൊമോഷൻസ് അവർ ചെയ്യുകയാണ്. അപ്പം ഇതിൽ ഞാൻ കണ്ട വീഡിയോസിൽ കണ്ട കാര്യം എന്ന് വെച്ചാൽ, കല്യാണി എന്ന് പറയുന്ന യൂട്യൂബർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ആൾ എന്തോ ചോദിച്ചപ്പോൾ, ഇത് യൂസ് ചെയ്യുന്നതിനെ പറ്റി എന്തോ ചോദിച്ചപ്പോൾ അത് പ്രൊമോഷനാണ് എന്ന് മാത്രം റിപ്ലൈ കൊടുത്തു. എൻ്റെ ഒരു സംശയം അതാണ്, ഈ ഒരൊറ്റ ആൾ മാത്രമാണോ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നത് ഒരൊറ്റ യൂട്യൂബർ മാത്രമാണോ? അല്ല. ഇതുപോലെ കമൻറ്റ് ചെയ്യുന്ന എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട്, എത്രയോ ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ, ഇപ്പം ഞാൻ ഈ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്ന ഒരാളാണ്. അപ്പം എനിക്ക് കൂടുതലും വരുന്നത് ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസാണ്. ഷോർട്സ് ആയാലും ലോങ് വീഡിയോസ് ആയാലും ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ് കാണുന്നത് അതേ റിലേറ്റഡ് വീഡിയോസ് ഇങ്ങനെ വരും. അപ്പോൾ ഞാനിങ്ങനെ ഇന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയപ്പം ഞാൻ ഷോർട്സ് ഇങ്ങനെ കാണും. ഷോർട്സ് കണ്ടപ്പം അതിലൊരു 10 ഷോർട്സ് കണ്ടെങ്കിൽ അതിലൊരു 8 ഷോർട്സും പ്രൊമോഷൻ വീഡിയോസാണ്. അതായത് അവർ യൂസ് ചെയ്തോ ഇല്ലയെന്നൊന്നും അറിയില്ല, പക്ഷെ അവർ പറയുന്നത് ഇത് നല്ല സാധനമാണ്, ഇത് യൂസ് ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇത് യൂസ് ചെയ്താൽ അങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനെ പറയുന്നുണ്ട്. അതും പ്രൊമോഷനാണ്. അതെന്തുകൊണ്ട് ആരും റിയാക്ട് ചെയ്യുന്നില്ല? അതെന്തുകൊണ്ട് കമ്പനിയിൽ വെച്ച് ചെയ്യുന്നില്ല? ഓക്കെ, എനിക്കതാണ് സംശയം. പ്രൊമോഷൻസിനെ എല്ലാം എന്നുവെച്ചാൽ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ പേരെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില കാര്യം. പക്ഷേ ഇപ്പം ഞാൻ കണ്ട വീഡിയോസിലെല്ലാം ഈ ഫോക്കസ് ചെയ്ത് ഒരാളെ പ്രൊമോഷൻസിൻ്റെ പേരിൽ ഫോക്കസ് ചെയ്ത് കുറ്റമല്ല, ചിലപ്പോൾ അവർക്ക് തോന്നിയ കാര്യമായിരിക്കും, ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ അത് അവരുടെ ആ ഒരു മൈൻഡിനെ എന്തുമാത്രം തളർത്തും. ഒരാളെ മാത്രം പറയുമ്പോഴേ, കാരണം ഇത്രയും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്, അവരാരെയും നമ്മൾ പറയുന്നില്ല. ഒരൊറ്റ ആളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ അതൊരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാക്കും. അതായത് കല്യാണി പറയുന്ന പ്രോഡക്ട്സ് മാത്രമാണ് മോശം, ബാക്കി എല്ലാവരും പറയുന്ന പ്രോഡക്ട്സൊക്കെ നല്ലതാണോ, അവർ ചെയ്തിട്ടാണോ പറയുന്നത്? അല്ല, എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പ്രൊമോഷൻസ് ചെയ്യുന്നത്, അല്ലേ? അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവരും യൂട്യൂബേഴ്സ് ആയാലും ആരായാലും. ചിലർ കാണും, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ചില യൂട്യൂബ് സാധനങ്ങൾ യൂസ് ചെയ്ത് അതിൽ റിവ്യൂ പറയുന്ന ചില ക്രിയേറ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, സിൻസിയറായിട്ട് പറയുന്നവർ. അതൊക്കെ റെയറാണ് കേട്ടോ, റെയറായിട്ട് മാത്രമേ അങ്ങനെയുള്ളൂ. മിക്കവാറും യൂട്യൂബിൽ നമ്മൾ കാണുന്ന ഈ പ്രോഡക്ട്സ് മിക്കവാറും എല്ലാം പ്രൊമോഷൻസ് ആയിരിക്കും. അതിൽ ചില പ്രോഡക്ട്സ് വളരെ നല്ലതായിരിക്കും, ചില പ്രോഡക്ട്സ് വളരെ ലോയും ആയിരിക്കും. അതൊന്നും നമുക്കറിയാൻ പറ്റില്ല. നമ്മുടെ സ്കിന്നിനെ യോജിച്ചിട്ടും ഞാൻ ബ്യൂട്ടിയുടെ ചില വീഡിയോസെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കറിയാം. ഇപ്പം നമുക്കൊരു പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണെന്ന് നമുക്കൊരാൾ പറയുമ്പോൾ അതങ്ങ് വാങ്ങിയത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാവും നമുക്കറിയില്ല. ചിലപ്പോൾ അയാളുടെ സ്കിന്നിന് ചിലപ്പോൾ നല്ലതായിരിക്കും. ഇപ്പോൾ കല്യാണിയുടെ സ്കിന്നിന് ചിലപ്പം ആ ഒരു പ്രോഡക്റ്റ് നല്ലതായിരിക്കും. അതിപ്പോൾ അവർ സത്യത്തിൽ പറഞ്ഞാലും നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് റോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ കുറ്റം പറ്റും വല്ല കാര്യമുണ്ടോ? ഗൈസ്, ഇല്ല. അത്രയേ ഉള്ളൂ. ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം, ഓരോ പ്രോഡക്റ്റ്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ചിന്തിക്കുക നമ്മുടെ ശരീരത്തിന് പറ്റുന്നതാണോ എന്ന്. അല്ലെങ്കിൽ നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അല്ലാതെ നമ്മളെടുത്ത് ചാടിക്കയറി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമുക്കൊക്കെ എല്ലാവരും സാമ്പത്തികമായിട്ട് ഹൈയിൽ നിൽക്കുന്ന ആൾക്കാരൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഇപ്പം എല്ലാവർക്കും പൈസയൊക്കെ കാണും, ഇഷ്ടംപോലെ പൈസ കാണും കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോഴിങ്ങനെ നമ്മൾ ഏതെങ്കിലുമൊക്കെ വാങ്ങാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക. അതിപ്പം റേറ്റ് കൂടിയാലും കുറഞ്ഞാലും. ഇപ്പം എനിക്ക് എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഒരുപാട് ഫേസ് വാഷ് യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്, പ്രൊമോഷൻസ് ആയാലും അങ്ങനെ അല്ലാതെ ആയാലും. അപ്പം എനിക്കെല്ലാ ഫേസ് വാഷും ചേരത്തില്ല. എനിക്ക് ഹിമാലയ ഫേസ് വാഷ്, ഏറ്റവും ലോ പ്രൈസിലുള്ളതാണ് ഹിമാലയ ഫേസ് വാഷ് ഇപ്പം നിലവിൽ. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് എല്ലാവർക്കും ചെയ്യൂ ഇല്ല. എനിക്കിവിടെ വന്നിട്ട് നിങ്ങൾ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യണം, ഈ ഫേസ് വാഷ് യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിലെല്ലാം ക്ലിയർ ആവും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇത്രയൊക്കെ ചിന്തിച്ചാൽ പോരെ ഗൈസ്. അപ്പം ഇതൊക്കെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് ബേസിക്കായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ,
നമ്മൾ ഒരിക്കലും പ്രൊമോഷൻസ് എന്ന് പറയുന്ന ആ വലയിൽ ആരും വീഴാൻ പോകുന്നില്ല. ഇത്തിരി ബേസിക് നോളജുള്ള ആരും വീഴാൻ പോകത്തില്ല. റെയറായിട്ട് 100-ൽ ഒരു 5% ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഇതിലൊക്കെ ഒന്ന് വീഴുന്നത്. അവർക്ക് വേണ്ടി പറയുന്നതാണ്. ഇപ്പോൾ ഒരു ക്രിയേറ്ററിനെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരായാലും പൈസയ്ക്ക് വേണ്ടിയേ വീഡിയോസ് ചെയ്യത്തുള്ളൂ. അതായത് പ്രൊമോഷൻ വീഡിയോസ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഈ വീഡിയോസ് ചെയ്തവരെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പം ഒരാളെ ഫോക്കസ് ചെയ്ത് തമ്പനയിൽ വെക്കുമ്പോൾ അത് ആളുടെ ഫാമിലി, അവരുടെ വീഡിയോസ് അതൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. അവർ ചെയ്യുന്ന നല്ല വീഡിയോസും കൂടെ ആരും കാണാത്തൊക്കെ നമ്മുടെ ഇതല്ല, അത് കാണണം. ഞാൻ സത്യം പറയട്ടല്ലോ, സിൻസിയർലി ഞാൻ ഒരു യൂട്യൂബ്, അതായത് കല്യാണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഞാൻ സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ ഇതിനെല്ലാം കാണുമല്ലോ, അങ്ങനെ കാണുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ വീഡിയോസൊന്നും കാണുന്ന ഒരാളല്ല. പക്ഷേ ഞാൻ ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് വളരെ വളരെ നല്ല കാര്യമല്ല കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പം ഈ റിയാക്ട് ചെയ്യുന്നവരുടെ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻറ്റ്സ് നിങ്ങൾ കാണണം. കണ്ടിട്ടുള്ളവർക്കറിയാം അത്രയ്ക്കും ബാഡ് കമൻസ് ആണ് വരുന്നത് ആ ഒരാളെ പറ്റി മാത്രം. പക്ഷെ ഇത്രയും പേര് തെറ്റ് ചെയ്യുന്നുണ്ട്, ഒരാളെ പറ്റി മാത്രം ബാഡ് കമൻസ് വരുന്നുണ്ട്. അവരുടെ ഫാമിലിനെ പറ്റിയിട്ട്, അവരുടെ വീഡിയോസിനെ പറ്റിയിട്ട്, അതൊക്കെ ഒരുപാട് ബാഡ് കമൻസ്. അപ്പം അതൊന്നും ശരിയാണോ? എനിക്ക് ഈ യൂട്യൂബേഴ്സിനെല്ലാം നമുക്ക് ബാഡ് കമൻസ് അല്ലെങ്കിൽ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു റിയാക്ഷൻ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തോന്നുന്നു, നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഈ ഒരു സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരിക്കും. എന്തായാലും അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യമാണിത്. ഞാൻ ഭയങ്കരപ്പെട്ട യൂട്യൂബറൊന്നുമല്ല, കുഞ്ഞു വീഡിയോസ് ചെയ്യും, അത്ര തന്നെ, വ്ളോഗ്സൊക്കെ. അല്ലാതെ എനിക്കും നമ്മൾ ചെറിയ കുഞ്ഞു ചാനലല്ലേ, അപ്പോൾ അതിൽ പറ്റുന്ന വീഡിയോസ് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ ഭയങ്കരപ്പെട്ട ഒരാളൊന്നുമല്ല. പക്ഷേ എനിക്ക് കണ്ടപ്പം റിയാക്ട് ചെയ്യണമെന്ന് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അഹങ്കാരമോ ആക്രാന്തമോ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് കണ്ടപ്പം ഒരാളെ സപ്പോർട്ട് ചെയ്തതൊന്നുമല്ല ഗൈസ്. എല്ലാവരും ചെയ്യുന്നത് ഒരു തരത്തിൽ പറഞ്ഞ എത്തിക്സ് ഇല്ലായ്മയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാതെ ജസ്റ്റ് അങ്ങ് പ്രൊമോട്ട് ചെയ്ത് വിടുന്നത് തെറ്റാണ്. പക്ഷെ അതിപ്പം എല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെ ഒരാൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ കേട്ടോ പറഞ്ഞത്. അല്ലാതെ പ്രൊമോഷൻസ് എല്ലാം ശരിയാണെന്നോ പ്രൊമോഷൻസ് എല്ലാം കൂതറയാണെന്നോ ഒരാൾ അങ്ങനെ പറയാൻ നമ്മൾ പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഇതിൽ എന്താണ്, നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. അതിപ്പം എന്നെ ചീത്ത വിളിക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്തു കേട്ടോ. പോസിറ്റീവായിട്ടാണെങ്കിൽ നെഗറ്റീവായിട്ടാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്കും കാണുമല്ലോ അഭിപ്രായങ്ങൾ. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട്? അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് എൻ്റെ സ്ക്രീൻ ഓഫായി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്, ബൈ.